അപ്പന്ന പാറ്റയാ. ചരണത്തിന്നാണോ പല്ലവിയിലെന്നാണോ? പല്ലവി എന്ന് പറയുമ്പോ അത് പെണ്ണല്ലേ? ഓ റൊമാൻറ്റിക് സൈഡിന് പോയാ അതാണ് ആൾക്ക് വിഷമോ? ഇല്ല, പക്ഷേ കേരളത്തിൽ അങ്ങനെ ആരും ആൾക്കാർ മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്തില്ല. അതെ 2K കിഡ്സിനും കുറച്ച് പ്രായൊക്കെ ആയി. പിന്നെ എനിക്കത് ഈ 90s 2K ഡിഫറൻഷിയേഷൻ അത്ര താല്പര്യമില്ല. നമ്മള് 90s പാട്ട് കേട്ടല്ലേ വളർന്നേ. പക്ഷെ ഇപ്പത്തെ പിള്ളേരുടെ പാട്ട് നമുക്ക് കണക്ട് ആവുന്നില്ലല്ലോ. എനിക്കും കണക്ട് ആവുന്നില്ല. കൊറേ ഇന്റർവ്യൂ കൊടുത്തിട്ട് നമ്മുടെ പോർഷൻ ട്രിം ചെയ്യുന്നൊക്കെ ഞാനൊന്നും പറയുന്നില്ല. ചൈന സൗത്ത് പ്ലസിന് കോൺട്രവേഴ്സിയാണ്. ഭയങ്കരമായിട്ട് മരിച്ചഭിനയിച്ച സീനുകൾ കട്ടായി പോയിട്ടുണ്ടോ? ലവ്ലി തന്നെ ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ വെച്ച് ഒരു ദിവസം ഞാൻ ഫാമിലിയായിട്ട് ട്രിപ്പ് പോയപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ട്രീറ്റിൽ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ ഭയങ്കര ട്രാഫിക്കാ കൊണ്ടത്, സാർ പടം എല്ലാം പാത്തിருக்கு സാർ, ரொம்ப நல்லா இருக்கு, எப்போ தமிழ்ல வருவா സാർ? ഞാൻ പറഞ്ഞു വരും സൂപ്പറാ ഇருக்கு സാർ. എന്റെ പടം അല്ല, വേറെ നായകനാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു പറയാം ഫഹദ് ഫാസിൽ നിന്നാണ് നിങ്ങൾ ഞാൻ പറയാം. ഭയങ്കര ഇഷ്ടമാണല്ലേ? 12 വർഷം മുമ്പ് മല്ലു സിംഗ് കണ്ട് ക്രഷായി. ഒന്നറിയോ, ഞാന് ഇന്ന് വരുമ്പോ ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോ ആസിഫ് അലിനെ കണ്ടാ നന്നായിരിക്കുന്നു. ഞാൻ ആലോചിച്ചു, താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. ആസിഫ് അലി ഷോർട്സ് ഇട്ട് ഞാൻ കണ്ടു. താഴെ ഞാനേ കണ്ടു. ഒന്ന് നസ്ലിൻ ഒരേ ഇവിടെ പറഞ്ഞാ മതി. നസ്ലിൻ പോക്കറ്റിലുള്ളൊരു ഫോണേ മോസ്റ്റ് സ്ഥലത്ത് നസ്ലിൻ. എത്ര പാക്കുണ്ട് നസ്ലിന്? ഏതോ കോൺട്രവേഴ്സി ചെയ്തോ എന്താ എല്ലാരും ചോദിക്കുന്നത്. മാറ്റി എന്ത് പറഞ്ഞാലും വൈറലാവും. ഇവിടുത്തെ വലിയ ആളാ. എന്റെ സിനിമനെ പറ്റി മാസം പറഞ്ഞാൽ മാത്രം. ചെന്നൈയില് ശിവാനിയുടെ ഒരു ഇന്റർവ്യൂ കിട്ടാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. അങ്ങനെയല്ല, ഞാൻ ചേട്ടന് ഞാനും ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യണമെന്നല്ല നിറയെ പേര് പറഞ്ഞു. ഒരുപാട് ഫാൻസ് വീട്ടിന് ചുറ്റും നിൽക്കുക, വീട്ടിൽ കയറിയിട്ടുണ്ട്. പണ്ട് ഒരു ഫാന് അറിയാതെ ഞാൻ ഡോർ തുറന്നപ്പോ ഒരു ഫാൻ ഉള്ളിൽ കയറി എന്റെ റൂമിനുള്ളിൽ പോയി ബാത്റൂമിൽ കയറി കുളിച്ച് അങ്ങനെ സോഫാലുണ്ട്. ഇതെല്ലാം ഒരു വേലയാ. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ് now. ലവ്ലി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് 1 അല്ല 2 അല്ല 3 അല്ല 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നല്ല ഭംഗി. പറഞ്ഞു പറയിപ്പിച്ചതല്ല, സുന്ദരായിട്ടിരിക്കുന്നു, സുന്ദരന്മാരായിട്ട്. പിന്നെ അത് വിഷമം വേണ്ട. ഞാൻ ലവ്ലിയുടെ പോസ്റ്റർ ആദ്യം കാണുമ്പോൾ ഒരു വലിയ ഈച്ച ഒരു കുഞ്ഞു മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് ഈച്ചയുടെ 2ാം ഭാഗം വല്ലതാണോ എന്ന് ശരിക്കും ഇരുന്നത്. ശരിക്കും അല്ല, പക്ഷേ പാവം ഈച്ച. കുഞ്ഞു ഈച്ച. ശരിക്കും പറയാൻ നമ്മുടെ നായകന്മാർക്ക് ആരായിരിക്കും നായിക എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷെ ഇതില് നമ്മുടെ മാത്യുവിന്റെ നായിക ആരാ? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ജനറലി അല്ല അങ്ങനെ ആരാ നായിക എന്നുള്ളത് എന്റെ എക്സൈറ്റ്മെന്റ് അല്ല. ഒരു പടത്തിന്റെ ഒരു ഫീമെയിൽ ലീഡ് ഒരു ഈച്ച പ്ലേ ചെയ്യുന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇല്ല ഒരു മിനിറ്റ്, ഞാനൊരു 5 ഇന്റർവ്യൂ നോക്കാണ്. എല്ലാം കറക്റ്റ് ആയ ബദൽ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് വന്നു. ഇല്ല, എല്ലാവരും നായിക എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് അത് കൂടെ കൃത്യമാ അതിനല്ല ഇല്ലെന്ന് പറഞ്ഞു. ഞാനായിരുന്ന ഒരു നായിക എന്ന് പറഞ്ഞാൽ എക്സൈറ്റ് ആയെന്നെ. അല്ല അങ്ങനെ സിനിമ അങ്ങനത്തെ അല്ല എക്സൈറ്റ് എല്ലാത്തിനും എക്സൈറ്റഡ്. പക്ഷെ ഇതില് കൂടുതലും ഒരു ഈച്ച ഫീമെയിൽ ലീഡ് പ്ലേ ചെയ്യുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലും അതിലൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സിനിമ കാണാനും ശിവാങ്കി ഇതിൽ പാടിയതാണോ അത് അഭിനയിച്ചതാണോ ഇനി ഈച്ചയായിട്ടാണോ വരുന്നത്? ഈച്ചയായിട്ടാ വരുന്നത്. എങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഈ ഈച്ചയെ കണ്ടുപിടിച്ചു? ദിലീപ് സാറിന്റെ അടുത്താ കേൾക്കണ്ടേ. എന്തിനാ അത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിയില്ല. മേ ബി ഇന്റർവ്യൂസ് കണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ അമ്മനെ വിളിച്ച് ദിലീപ് സാറാണ് വിളിച്ചത്. പക്ഷെ അത്ര റിസർച്ച് ചെയ്യുമ്പോ ഈച്ചക്ക് പറ്റിയിട്ടില്ല. ഇനി വോയിസ് ആണോ നമ്മുടെ നാനിയുടെ പൂർവ്വകാലത്ത് ചെയ്ത പോലെ ഒരു ഈച്ചയുടെ ഒരു പാസ്റ്റ് ഉണ്ടോ ഈ സിനിമ? അങ്ങനെ ഒന്നും ഈച്ച രണ്ടും ഉണ്ട് എന്നുള്ളത് അല്ലാണ്ട് വേറെ ബന്ധമൊന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു ഈച്ചയായിട്ട്? അത് മലയാളത്തിൽ ഫസ്റ്റ് ടൈം അല്ലേ? മലയാള ഭാഷ എല്ലാ അതാണ് ഭാഷ ഒന്ന് മലയാളം തമിഴ് ടോണിൽ പറഞ്ഞുകൊണ്ട് അതൊരു കഷ്ടമായിരുന്നു. സോ അത് മാത്രം കേട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. മിച്ചപടി
ഈച്ച സംടൈംസ് ഞാൻ ഫാസ്റ്റ് സംസാരിക്കും, പക്ഷെ ഈച്ച അവിടെ തന്നെ ഉണ്ടാവും. എന്തിനാ ഈച്ച സ്ലോ ആണ് ഇരിക്കുന്നത്, ഞാനാ ഫാസ്റ്റ് സംസാരിച്ചു. സോ അതുകൊണ്ട് അത് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നൊന്ന് ചില വാക്കുകൾ ഒന്ന് ചേരുമ്പോ അത് വന്നില്ല. മലയാളത്തിലെ ചില വാക്ക്, മലയാളത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള വാക്ക് ഏതാ തോന്നുന്നു പറഞ്ഞിട്ടില്ല? ഇല്ല, ഈ പടത്തിൽ അങ്ങനെ ടഫായ വാക്കല്ല. പക്ഷെ എനിക്ക് കുറെ വാക്കുകൾ ഒരുമിച്ച് ഫാസ്റ്റ് വരുമ്പോ കഷ്ടമായിരുന്നു, വായി കുഴഞ്ഞു. അശ്വതി ശരിക്കും ഈ സിനിമയില് എന്തായിട്ടാണ്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഗ്രേസ് എന്നാണ്. ഒരു പാർട്ടി പ്രവർത്തകയാണ് പുള്ളിക്കാരി. ഞങ്ങളൊരു കപ്പിളായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രശാന്ത് എന്താണ് ഈ സിനിമയിൽ? ഞാൻ ക്യാരക്ടറിന്റെ പേര് ഷൈൻ എന്നാണ്. ഒരു KSEB ജോലിക്കാരനാണ്. ഞങ്ങൾ പെയറായിട്ടാണ്. അതെ, അതാണ് ഇമ്പോർട്ടന്റ്. നമ്മളിവിടെ ഈച്ച സിനിമ കാണുന്ന ശേഷം നമ്മൾ ഈച്ചനെ കാണുന്ന രീതികൾ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈച്ച വന്നാൽ ഈച്ചക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അല്ല, എനിക്ക് കഥ കേട്ട് കഴിഞ്ഞിട്ടും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടും ഒരു ഈച്ച വന്നിരിക്കുമ്പോൾ ഒന്ന് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്നൊരു എന്താ ഇതിൽ സംസാരിക്കുന്ന ഒരു ഈച്ച, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്തൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ഈച്ച വരുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ചുമ്മാ അതിനൊന്ന് നോക്കും, തട്ടി തന്നെ വിടും, ഒന്ന് നോക്കിയിട്ട്. ശരിക്കും നിങ്ങൾ ലൈഫിൽ ഏതെങ്കിലും ഒരു മൃഗം ഇതുപോലെ വന്ന് സംസാരിക്കണം അങ്ങനെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും? പൂച്ച ഭയങ്കര ഇഷ്ടമാണോ? പൂച്ച ലവറാണ്. പൂച്ച സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. അതെ, അത് എപ്പോമേ ഒന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമും. അതിന്റെ മൈൻഡ് എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയണം. ആറ്റിറ്റ്യൂഡും കൂടെയാ, ഭയങ്കര ആറ്റിറ്റ്യൂഡാ. അപ്പപ്പോ നമ്മളെ വന്ന് മാന്തും, അത് എന്തിനാ മാന്തുന്നറിയില്ല. എന്നിട്ട് അത് എന്തെങ്കിലും ചോദിച്ചാൽ അത് തിരിച്ച് മൂഞ്ചിയെ തൂക്കിയിട്ട് അങ്ങനെ പോകുന്നു. അപ്പൊ എന്താ അതിന്റെ പ്രോബ്ലം, അതിന്റെ ക്യാരക്ടർ എന്താ, ഉണ്മയിലെ ആറ്റിറ്റ്യൂഡാ ഇല്ലെങ്കിൽ അത് ആക്ച്വലി പാവാണോ, ഇതെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് ഇങ്ങനെ അല്ല, ജനറലി അനിമൽസ് ഒക്കെ സംസാരിച്ച എന്തായിരിക്കും പറയുന്നല്ലേ, നമുക്ക് അവരെ പറ്റി ഒരു ഇതുണ്ടല്ലോ, അവർക്ക് നമ്മളെ പറ്റി എന്താ ഒരു അവരുടെ ഒരു കൺസെപ്ഷൻ ഒക്കെ എന്താന്നൊക്കെ ഒന്ന് അറിഞ്ഞു കൊള്ളാന്നൊക്കെ. പാൻഡ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണല്ലോ. അപ്പൊ ഇവരെന്താണ് അങ്ങനെ ഉരുണ്ടുരുണ്ട് നടക്കണല്ലോ. അപ്പൊ അതാ എനിക്ക് തോന്നുന്നു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ആനിമലിന്റെ പാൻറ് ആയിരിക്കും. എനിക്ക് കുരങ്ങ് ഈ റോഡിൽ വന്ന് എന്തിനാ എല്ലാരും അറ്റാക്ക് ചെയ്യുന്നതും ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുരങ്ങ്, പട്ടി, പൂച്ചയൊക്കെ നമുക്ക് അറിയാലോ. എങ്ങനെ അറിയാം? നമുക്ക് മനസ്സിലാവുമല്ലോ അവര്. എങ്ങനെ മനസ്സിലാവും? അപ്പപ്പോ കണ്ട നല്ല അത് ദൈവമാണ്. പക്ഷേ അപ്പപ്പോ ആൾക്കാരുടെ കണ്ണാടി, കാശ്, ഇതെല്ലാം എന്തിനാ എടുത്ത് പോകുന്നത് എനിക്കറിയില്ല. അതെന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഒരു പഴം കൊടുത്താൽ സാറ്റിസ്ഫൈ ആവാതെ ഒരു ചിപ്സ് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്തിനാ കഴിക്കുന്നത്? പോയ പ്രാവശ്യം എന്റെ വീട്ടില് കുരങ്ങ് വന്ന് ചോക്ലേറ്റ് കഴിച്ചിട്ട് പോയി. പറയുന്നത് ചോക്ലേറ്റ് ലവറല്ലേ? 3 നേരം ചോക്ലേറ്റ് കഴിക്കുന്ന ആളാ. ഇപ്പല്ല, പണ്ട് പ്രശാന്തായിട്ട് പറഞ്ഞില്ലേ? ആന അല്ല, അങ്ങനെയല്ല. ഈ ആനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇവരുടെ ഈ ശാന്തതയും ആ ഒരു വരുമ്പോ പിക്കും. അപ്പൊ ഇവരെന്താണ് ചിന്തിക്കുന്നത്, ഇവര് സംസാരിച്ച എന്ത് പറയും എന്നറിയാനായിട്ടുള്ള ഒരു. അതെ അതെ, നമ്മള് ഭയങ്കര ആഘോഷം ബഹളമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇവര് 3 പേര് നിന്നിട്ട് വേറെ എന്തെങ്കിലും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ രസമായിരിക്കും. ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയിട്ട് ഫാൻസ് ഉണ്ടാക്കിയ ഒരാളും ഈ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ ഫാൻസ് ഉണ്ടാക്കിയ 2 ആളുകളാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ അത്രയും ഇപ്പം ശിവാംഗിനെ കുറിച്ച് നമ്മുടെ ആൾക്കാർ എന്താ പറയണത് കൃത്യമായിട്ട് നമുക്കറിയാം. തമിഴ്നാട്ടില് ശരിക്കും മാത്തിനെ കുറിച്ച് എന്താ പറയുക, അത്രയും ഫാൻസ് ഉണ്ടവിടെ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ കണ്ടവരിക്കും ഇത് ഇപ്പൊ റീസെന്റ് ഗോൾഡൻ സ്പാരോ നീക്ക് അതറിഞ്ഞില്ലേ? അത് ഇറങ്ങിയപ്പോ മാത്യുമാരി ഒരു ഫ്രണ്ട് വേണം എല്ലാരും വാഴിക്കല്ലയോ അങ്ങനെയെന്ന് ആണ് വന്ന് അത്. ആൻഡ് ലിയോ ഇറങ്ങിയപ്പോ ഇങ്ങനത്തെ ഒരു മോനെ ഇങ്ങനത്തെ അങ്ങനെ ആരും പറഞ്ഞില്ലേ? അതുമേ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് എല്ലാമേ സൂപ്പറാണ്. ഗീക്ക് ആ പ്രേമല എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഈ സോറിയാണ് വിയർഡ് ക്യാരക്ടർ, പെക്യുലിയറായ ഒരു ക്യാരക്ടർ. അതുമേ ഇറ്റ് വാസ് അപ്പൊ വൈഡ്ലി അപ്രീഷിയേറ്റഡ്. പ്രേമല വന്ന് ഇവിടത്തെക്കാളും അവിടെയാണ് മീംസ് ജാസ്തി. ഇത് പ്രേമലവും മഞ്ഞുമൽ ബോയ്സും
ഗുരുവായൂർ അമ്പലം നടയും. അതിലല്ലേ ഈ അഴകയിലല്ല പാട്ട് അവിടെ അറ്റൻഡായി. എല്ലാ ഷോയിലും എല്ലാ കോൺസേർട്ടിലും ഇപ്പൊ അഴകയിലല്ല പാട്ടുണ്ട്. ശരിയാണ്, നമ്മള് മലയാളം മഞ്ഞമ്മൽ വയസ്സ് കഴിഞ്ഞ് കൺമണി അൺബോർഡ് കാതിലില്ലാത്ത കോൺസേർട്ടേ ഇല്ല. തിരിച്ച് ഞങ്ങൾക്കും ശിവാംഗിന്റെ ഒരു പ്രത്യേകിച്ച് ചെന്നൈയില് ശിവാംഗിയുടെ ഒരു ഇന്റർവ്യൂ കിട്ടാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. അങ്ങനെയല്ല ഇല്ല, നിങ്ങളിങ്ങനെ അതായത് നമ്മുടെ ധ്യാൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ചെന്നൈയിലല്ലേ എങ്ങനെയാണെന്നറിയോ, ഞാൻ ഭയങ്കര യൂസ്ഡ് ഫേസ് എന്നെ അവിടെ എല്ലാവർക്കും അറിയുന്നുണ്ട്. അങ്ങനെയല്ല ഇല്ല. പക്ഷെ കേരളത്തിൽ ന്യൂ ആണോ, കേരളത്തിലാണ് എന്നെ കാണുമ്പോ എനിക്ക് ഏതോ പുതിയ ഫീലിംഗ്. 6 വർഷം മുമ്പ് റിവൈൻഡ് ചെയ്യാൻ വലിയ ഒരു ഫീലിംഗ്. ശരിക്കും ധ്യാൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ കിട്ടുന്ന പോലെ ആ ഒരു ഫീലാണ്. തഗ് തമാശ ശരിക്കും അങ്ങനെ പറയാറുണ്ടോ, കേട്ടിട്ടുണ്ടോ, കമ്പാരിസൺ ചെയ്യാറുണ്ടോ? ധ്യാൻ ചേട്ടനും ഞാനും ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യണമെന്നല്ല നിറയെ പേര് പറഞ്ഞു. പക്ഷേ എനിക്ക് ധ്യാൻ ചേട്ടന്റെ പേഴ്സണലായിട്ട് അറിയാത്തോണ്ട് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആഗ്രഹമുണ്ട്. ധ്യാൻ ചേട്ടൻ ഉണ്മയിലേ ഫണ്ണിയാണോ ഇല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കണം? ആനയുടെ കഥ പറഞ്ഞ പോലെ അല്ല, ആന എന്താ ചിന്തിക്കണം. ശരിക്കും നിങ്ങളിപ്പോ പലരും ഈ പ്രൊമോഷന് വരുന്ന സമയത്താണ് പരസ്പരം കൂടെ അഭിനയിച്ച ആളുകളെ കാണുന്നത്. നിങ്ങളും അതുപോലെ തന്നെയാണോ? ഒരു മിനിറ്റ്, ഞാനേ ഇപ്പഴാ തമിഴ്നാട്ടിൽ നിന്ന് പടം എന്താന്ന് നോക്കുന്നേ. ഞാന് ഇവരെല്ലാം കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുണ്ടായിരുന്നു. ആൻഡ് ശിവാംഗി എങ്ങനെയുണ്ട് ഓളത്തില്? കാരണം ശിവാംഗിനെ കുറിച്ച് അറിയാൻ അപ്ഡേറ്റ്സ് ആണ്. മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ഫാൻസ് ഉണ്ടെന്ന് അറിയോ? ഒരുപാട് ഒരുപാട് ഒരുപാട്. ദൈവത്തിന് നന്ദി. ശരിക്കും ഈ തമിഴ്നാട്ടില് ഫാൻസ് ഇപ്പൊ നമ്മുടെ കേരളത്തില് ആരെങ്കിലും വന്ന് നമ്മളൊരു സെലിബ്രിറ്റി മീറ്റ് ചെയ്തതിനെക്കാട്ട് ഭയങ്കര ഭീകരമായിട്ടാണ് തമിഴ്നാട്ടില് അവരൊന്ന് അപ്രോച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഫാൻസ് വീട്ടിൽ ചുറ്റും നിൽക്കുക, വീട്ടിൽ കയറിയിട്ടുണ്ട്. പണ്ട് ഒരു ഇപ്പൊ ഷിഫ്റ്റ് ആയി, പക്ഷെ ഉണ്ടായിരുന്നു. എങ്ങനെ ഓർക്കുന്ന എന്തെങ്കിലും ഫാൻ മൂവ്മെന്റ് ഉണ്ടോ? ഒരു ഫാന് അറിയാതെ ഞാൻ ഡോർ തുറന്നപ്പോൾ ഒരു ഫാൻ ഉള്ളിൽ കയറി എൻ്റെ റൂമിനുള്ളിൽ പോയി ബാത്റൂമിൽ കയറി കുളിച്ച് അങ്ങനെ സോഫയിലുണ്ട്. കുളിക്കാൻ വേണ്ടി കയറിയതാണോ? ക്രീപ്പി ഫാൻ. എന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ ബ്രദർ പോയി ചോദിച്ചു, യാരുങ്ങ നീങ്ക, ആരാ നിങ്ങളെന്ന്. അപ്പോൾ നിന്റെ ചേച്ചി എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ചോദിച്ചാന്ന്. എൻ്റെ ബ്രദർ അയ്യോ അച്ഛനെ വിളിച്ച്, എന്നിട്ട് പോലീസിനെ വിളിച്ച്, എന്നിട്ട് നിൽക്കവച്ച് പുള്ളിക്കാരൻ ഒരു നല്ല എഡ്യൂക്കേറ്റഡ് കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് 2-3 ദിവസം മുമ്പേ ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ വാസലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരുമാതിരി ലുക്ക് വെക്കും. ഞാനും അങ്ങനെ പോയിട്ട് ആളങ്ങനെ എൻ്റെ ബാത്റൂമിൽ കയറി കുളിച്ചിട്ടേ പോയി. എന്നിട്ട് ആ ബാത്റൂമിൽ ഞാൻ പോയല്ലേ. ശരിക്കും ലുക്ക് വിട്ടത് കൺകൾ ആള് വിട്ടത്. പക്ഷെ ഇതുപോലെയൊന്നും ഇവിടെ നിങ്ങൾക്ക് ഫാൻ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഒരു കാരണം മാത്തിനില്ല. തമിഴ്നാട്ടിൽ എങ്ങനെയുണ്ട്? ഇല്ല, അവിടെ അങ്ങനെ അധികമൊന്നും ചെയ്തിട്ടില്ലല്ലോ. 2 സിനിമകളൊന്നും. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇനി മാത്യുവിന്റെ ഒരു സിനിമ സെറ്റിലാന്ന് തോന്നുന്നു. കുറെ അമ്മമാര് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോന്റെ പേരെന്താ മാത്യു, എന്താ ചെയ്യണേ? ശരിക്കും അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാവില്ലേ, നമ്മളൊരു നടനാണ്. അല്ല, അവര് അറിയാം, അവര് സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്നുള്ളത്. അങ്ങനെ ശിവാംഗിയോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. എന്നാ പഠിച്ചു മുടിച്ചിട്ടീங்களான்னு ചോദിച്ചു. படிச்சு முடிச்சேன். வேலைக்கு இதுதான் என் வேலை. ஓ இதுதான் மெயினேவா? அப்போ ஆபீஸ் இல்ல, இதுதான் என் வேலை. அது ഇതെല്ലാം ഒരു വേലയാ. ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്ത കുറെ ആളുകളുണ്ടല്ലോ, അപ്പൊ അവരോട് നമ്മൾ കൺവിൻസ് ചെയ്യുന്നതും കുറച്ച് ഡിഫിക്കൽട്ട് അല്ല? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതിൽ ജോലിയാണ് ഇത് ശരിക്കും എന്ന് ആളുകൾ അക്സെപ്റ്റ് ചെയ്ത കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചോദ്യം ശരിക്കും മനസ്സിലായില്ല. അതായത് നീ ആക്ട്രസ് ആണെന്ന് ആളുകൾക്ക് അറിയാം, അറിഞ്ഞൂടാ. സോറി, ഇപ്പൊ ആ ഒരു ഫീൽ ഇല്ല, ഒരു നടിയാൻ ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയില്ലേ? എനിക്ക് ഫീൽ ഉണ്ട്, പക്ഷെ അവർ ചോദിക്കും എന്താ ചെയ്യുന്നേ, ഞാൻ പറയാം അഭിനയിക്കും. ഏത് സിനിമയുടെ പേര് പറയും, അവര് പറയുമ്പോ അതിലേതാ, അതിലൊരു പെണ്ണേ ഉള്ളൂ, അത് ഞാനാ. ഓ ഓക്കെ, ഇനി കണ്ടു നോക്കാന്ന് പറയും. അപ്പൊ ഞാൻ ആ സ്റ്റേജിലാണ്. അല്ല, പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടില്ല പേഴ്സണലി എൻ്റെ കരിയറിൽ. അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മാത്യുവിന്റെ ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയാലും നമുക്ക് ഈ ചോദ്യം വീണ്ടും നേരിട്ട് വരുമെന്ന് തോന്നുന്നു.
என்ன வேலை என்ன பண்றேன் എനിക്ക് സിനിമ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാത്തത്. കാഷ്വൽ സാധനം. അല്ല എല്ലാവർക്കും പിന്നെ നമ്മളെല്ലാവരും അറിയണമെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതെ. സത്യം. സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയാത്ത ഏതൊരു ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു, മറിയ ഷറപ്പോവ ആണോ അതോ ആരും അങ്ങനെ ഒരു പറ്റില്ല. It happens. ഇപ്പൊ 2K kids 90 kids എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ത് കാര്യത്തിൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോഴോ യാത്ര പോകുമ്പോ കോസ്റ്റ്യൂമിലൊക്കെ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇവിടെ 2K kids ആണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ചു തുടങ്ങിയ ഒരു നമുക്കൊരു ഫീൽ ചെയ്യേയില്ല. അതെന്താ കൂടെ വർക്ക് ചെയ്ത് ആദ്യം സിനിമ തൊട്ട് കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്തുകൊണ്ടാണോ, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ പറയാറുണ്ടോ? അല്ല അങ്ങനെയൊന്നുമില്ല. അതെ 2K kidsനും കുറച്ച് പ്രായക്കായി ഇപ്പം. അതാണ് അതുണ്ട് 99 വരെ എനിക്ക് എക്സ്പോഷർ കാരണം ഒരു ഇതുണ്ടായിട്ടുണ്ട്. എനിക്കത് ഈ 90s 2K ഡിഫറൻഷിയേഷൻ അത്ര താല്പര്യമില്ലാത്ത ഇല്ല. ഒരു ഓരോരുത്തരുടെ കൊറേ പറയാറുണ്ട്. 2002 ആ അങ്ങനെ ഇരിക്കുമ്പോ നമ്മള് 90s പാട്ട് കേട്ടല്ലേ വളർന്നേ. ഇനീഷ്യലി പക്ഷെ ഇപ്പത്തെ പിള്ളേരുടെ പാട്ട് നമുക്ക് കണക്ട് ആവുന്നില്ലല്ലോ. എനിക്കും കണക്ട് ആവുന്നില്ല. മാത്യുവിന് കണക്ട് ആവുന്നു. അല്ല എനിക്ക് അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. ചേട്ടന് കണക്ട് ആവുന്ന ചേച്ചി കണക്ട് ആവുന്ന കൊറേ വാക്കുകളുണ്ട്. കൊറിയൻ സംഭവങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ലാതെ ന്യൂജൻ സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നുകൊണ്ടാണ് നമുക്കിത് അറിയാത്തെന്നുള്ളത്. എനിക്ക് നമ്മളതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നത്. ഡെപ്ത് ഇല്ലാന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പേഴ്സണലി നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണല്ലോ. സത്യം ഓരോ ദിവസവും. പക്ഷെ എങ്കിലും പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവരുടെ കൂടെ ഇരിക്കുമ്പോൾ. ശിവാംഗി ഈ പറഞ്ഞ ഓരോ പഴയ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. പുതിയ പാട്ടുകളും കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷന്റെ പാട്ടുകളൊക്കെ കേൾക്കാറും പാടാറും. കണക്ട് ആവുന്നില്ല. ഒരു മൾട്ടിപ്പിൾ ടൈംസ് ആക്ച്വലി കണക്ട് ആവുന്നില്ല. കൂടുതലായിട്ടൊന്നും പറയണ്ട. ഇല്ല ഞാൻ ഇനി ഞാൻ അതിനൊന്നും 90s ഇല്ല. 2010 വരെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ പാട്ടുകള്. ഓക്കെ സോങ്ങുകള് 2012 വരെ വെച്ചോ. പക്ഷെ ഇപ്പത്തെ പാട്ടുകളൊന്നും പോരാതാ. ഇപ്പത്തെ പാട്ടുകളൊന്നും പോരാതാ. ഇപ്പൊ പടത്തില് പാട്ടേ ഇല്ലല്ലോ. ലവ്ലിയിലെ 2 പാട്ടുള്ളൂ. അതിൽ ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും പാട്ട് അറിയോ? അറിയാം. ഇപ്പഴാ കേട്ടെ. ബബിൾ പൂ മുട്ടുകൾ. എന്താ ബമ്പിൾ പൂമുട്ട? ബബിൾ പൂ മുട്ടുകൾ പഠിച്ചു വന്നിട്ട പാട്ട് ഇല്ല. അത് ഇന്നൊരു വാട്ടി കേട്ടാ ഞാൻ പഠിച്ചു. ഞങ്ങള് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് കൊച്ചി ഭയങ്കര ഇഷ്ടമാണോ, കൊച്ചിയില് എവിടെ പോവാനാ ഇഷ്ടം, എന്തായിരുന്നു മറുപടി? ലുലുമാള് അത്രയധികം ഇഷ്ടമുള്ള ചെന്നൈയിൽ വരുന്ന ഒരു കുട്ടി. എത്ര വരെ ലുലുമാളിൽ പോയിട്ടുണ്ട്? 5 വട്ടി. 5 വട്ടം പോയി ലുലുമാളിൽ എന്താ കാണാ? ചുമ്മാ കറങ്ങും. അവിടെ ഫണ്ട് സോൺ ഉണ്ടല്ലേ, അവിടെ പോയി കളിക്കും. പൊതുവെ ചെന്നൈയിൽ എന്താ ചെയ്യാ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാ? ഇപ്പൊ എനിക്ക് ചെന്നൈയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. ചെന്നൈ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഇത് ബെസൻ നഗറില് ഫുൾ ഷോപ്പ് ഉണ്ടാവും. അവിടെ പോയി എല്ലാം കഴിക്കും. കൊറിയൻ ഷോപ്പ്, ജാപ്പനീസ് ഷോപ്പ്, ഫ്രൈസിനൊരു ഷോപ്പ്, ഐസ്ക്രീം, കുച്ചൈസ് എന്ന് പറഞ്ഞ് ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ഐസ്ക്രീം ഉണ്ടാക്കും. എന്നിട്ട് ഇത് ചിക്കനൊരു ഷോപ്പ്, ബിരിയാണീനൊരു ഷോപ്പ്. അണ്ണാനഗർ പോയാൽ നൈറ്റ് 4 മണി വരെ ഫുള്ള് റോഡില് നൈറ്റ് ലൈഫ്. ഫുഡ് ഭയങ്കര കൂടുതലാണ് ചെന്നൈയില്. ഓക്കെ. ഈ നിങ്ങൾക്ക് ഈ സെലിബ്രിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ശരിക്കും? നമ്മൾ പല കാര്യങ്ങളും സാധാരണക്കാരെ പോലെ. എന്ത് ലൈഫ്? സോറി നോട്ട് ആപ്ലിക്കബിൾ. എന്നെ അങ്ങനെയല്ല നിങ്ങൾ പറയാൻ കൊള്ളാം. ഓ മറ്റേ രീതി പറഞ്ഞു. വെൽ വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സെൽഫി ചോദിച്ചത് മടുത്തു. ശരിക്കും ഈ സെലിബ്രിറ്റി ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെയൊക്കെ ആവും, ഇതുപോലെയൊക്കെ ലൈഫ് എൻജോയ് ചെയ്യും. അങ്ങനെ ഒരു മൊമെന്റും റിയാലിറ്റിയിൽ വന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ശരിക്കും അതൊന്നല്ല ശരിക്കും ഉള്ളൊഴുക്ക് കണ്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടോ? ഉള്ളൊഴുക്കുന്ന കഥാപാത്രം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള. ഇതെന്താ ആൾ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്ന് സെൽഫി എടുക്ക, ആ ഒരു ലൈഫ് ഇല്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെ ആരും ആൾക്കാർ മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്തില്ല. തമിഴ്നാട്ടിൽ വെച്ച് ഒരു ദിവസം ഞാൻ ഫാമിലിയായിട്ട് ട്രിപ്പ് പോയപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ട്രീറ്റിൽ ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ടാക്സി ഡ്രൈവർ ഭയങ്കര ട്രാഫിക്കാ കൊണ്ടുവരുന്നത്. சார் படம் எல்லாம் பார்த்துருக்கு சார், ரொம்ப நல்லா இருக்கு, எப்போ தமிழ்ல வருவா சார்? நான் வரும் சூப்பரா இருக்கு சார். அந்த படத்தோட பேர் ഏതായിരുന്നു?
എന്റെ പടം അല്ല. വേറെ നായകനാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു പറയാം ഫഹദ് ഫാസിൽ നിന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ പറയാം. ശരിക്കും ആ ലുക്ക് കറക്റ്റ് ഉണ്ട് ഇപ്പൊ സംസാരിക്കും ആൻസർ. പിന്നെ മാറി ഇപ്പോഴുണ്ട്. പറയൂ, ഫഹദ് ഫാസിൽ ലുക്ക് ഇല്ലേ? ശരിക്കും ഫഹദ് ഫാസിൽ ലുക്ക് ഉണ്ട്. അത് ആളുകൾ ഇപ്പൊ നമ്മളെ പോലെ ഒരു നായകനെ പോലെ ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷത്തോടെ കാണുന്നവരുണ്ട്, അത്ര ഇഷ്ടപ്പെടാത്തവരുണ്ട്. ശരിക്കും ഫഹദ് ഫാസിൽ എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം. ലുക്ക് വൈസ് പുള്ളിക്കാരൻ എത്രയോ സുന്ദരൻ. ഓ, ആര് പറഞ്ഞു? അല്ലേ, സുന്ദരനല്ലേ? ഇവിടെ സപ്പോർട്ട് ചെയ്യണോ? ഞാനാണ് എനിക്കിഷ്ട. അപ്പൊ സെറ്റ്. ശിവാംഗിനെ എനിക്ക് കാണുമ്പോഴേ നമ്മളെ റിമി ചേച്ചി ഉണ്ടല്ലോ മലയാളത്തിലെ സ്റ്റേജ് കൈകാര്യം ചെയ്യുന്നത്, പാട്ടും റിമി ചേച്ചിനെ റിമി ചേച്ചിന്റെ അത്ര എനിക്ക് ഇല്ല ആക്ച്വലി. ഞാൻ അത് ഇന്ന് ഞാൻ അത് തന്നെ ഓർത്തു. എന്ത് ഞാൻ റിമി ടോമിന് ശേഷം ഞാൻ അങ്ങനെ ഒരാളെ ഇപ്പഴാ കാണുന്നത്. അയ്യോ, അത്ര എനർജി എനിക്ക് സ്റ്റേജിൽ ഈവൻ ഓക്കെ എന്റെ വോയിസ് ക്രാക്ക് ആവുന്നു. സ്റ്റേജിൽ ഈവൻ മോർ എനർജറ്റിക് വന്ന് റിമി ചേച്ചി. മേ ബി എക്സ്പീരിയൻസ് ജാസ്തി. ഞാൻ ഇനി പഠിക്കണം. ഒരു പിങ്കാമിയാ സക്സസർ. ഓ, പക്ഷെ കുറെ ബന്ധങ്ങളുണ്ട്. രണ്ടുപേരും സിംഗറാണ്, ആങ്കറാണ്, അമ്മ ഗുരു ആയിരുന്നു, അങ്ങനെ കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും വേറെ ആരും പറഞ്ഞിട്ടുണ്ടോ? അമ്മ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നിറയെ പേര് പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ റിമി ടോമി വലിയ ആള് ഇതൊക്കെ. ഈ റിമി ചേച്ചിന് എപ്പോഴെങ്കിലും ബീറ്റേഴ്സ് എടുത്ത് ഒരുമിച്ച് സ്റ്റേജ് റിമി ചേച്ചിനെ കണ്ടില്ല. ചെന്നൈയിൽ വീട്ടിൽ വന്നു. അന്ന് നോക്കി ഞാൻ ഇല്ല ചെന്നൈയിൽ. ഓ, എന്റെ വീട്ടിൽ വന്ന് വ്ളോഗെല്ലാം എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മിസ് ചെയ്തു. ശരി, നിങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റേജ് പെർഫോമൻസ് കാണാൻ വേണ്ടി ഞങ്ങൾ ആരെങ്കിലും ഓർഗനൈസ്, അതായത് പോയ ഇന്റർവ്യൂല് ഞാനും മാത്യു ഫോട്ടോ എടുത്തു. ആരെങ്കിലും ഡയറക്ടർ ഉണ്ടെങ്കിൽ ഞങ്ങളെ കാസ്റ്റ് ചെയ്യുന്നു. ആരെങ്കിലും ഓർഗനൈസ് എന്നെ റിമി ചേച്ചിന്റെ പക്ഷെ ഇപ്പൊ മാത്രം നായികി. അത് ശബ്ദം മാത്രല്ലേ. പക്ഷെ ഇത് കണ്ടിട്ട് നായികയായിട്ട് അത് ഒരു സിനിമ വരട്ടെ. എനിക്ക് എന്താണെന്നറിയോ, എത്ര ഇന്റർവ്യൂ കൊടുത്തിട്ട് പടത്തിന് ഞാൻ എത്ര ഉണ്ട് എന്റെ പോഷൻ. കഥ അറിയാത്ത ഒരാള്. ടൈറ്റിൽ ക്യാരക്ടർ മാത്യു അതുക്കപ്പുറം കൊറേ ഇന്റർവ്യൂ കൊടുത്തിട്ട് നമ്മുടെ പോഷൻ ആ ട്രിം ചെയ്യുന്ന അങ്ങനെല്ലാം നിറയെ നടക്കാം. എക്സ്പീരിയൻസ് ഉണ്ടോ മുമ്പ് ചെയ്ത സിനിമകളില് തമിഴിലൊക്കെ കട്ടായി പോയിട്ടുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. കുറച്ച് പറ. സൈന സൗത്ത് പ്ലസിന് കോൺട്രവേഴ്സിയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് മരിച്ചഭിനയിച്ച സീനുകൾ കട്ടായി പോയിട്ടുണ്ടോ? അങ്ങനെയല്ല, സ്ക്രീനിൽ കാണുമ്പോൾ ഗംഭീരായിരിക്കും വെച്ച് കട്ടായി പോയിട്ടുണ്ട്. അല്ല, കട്ടായി പോവാറുണ്ട്. പക്ഷെ ഞാനെപ്പോഴും നോക്കുന്നത് എൻഡ് ഗോളാണ്. കാരണം അതിപ്പോ ആ സിനിമേനെ ലാഗായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ സിനിമേനെ എഫക്ട് ചെയ്യും. ലവ്ലി തന്നെ ഉണ്ടല്ലോ എല്ലാ പടത്തിലും ഞങ്ങളുടെ സീൻ പോയിട്ടുണ്ടോ? പിന്നെ അപ്പൊ വന്ന് റൊമാൻറ്റിക് സീന് പോയാ അതാണ് ആൾക്ക് വിഷമോ. ഐസ്ക്രീം തന്നെ. ഓ, അത് ഡിലീറ്റഡ് സീനായിട്ട് വരും. അവരും ഡിലീറ്റഡ് സീനായിട്ട് വരും. അപ്പൊ നമുക്ക് വൈറലായിരിക്കും. എനിക്കുണ്ട് അങ്ങനെ. ഞാൻ അഭിനയിച്ച ഫസ്റ്റ് പടമുണ്ട് പൂമ്പരം. ആ സിനിമയിൽ ഒന്നര വർഷം അഭിനയിച്ചു. പക്ഷെ പടം കണ്ടാലും നിങ്ങൾ കണ്ണി ചിമ്മിയാൻ എന്നെ കാണത്തില്ല. ഒരു മിന്നായ പോലെ പാസിങ്ങിലൊക്കെ കണ്ടു കാണും. ഇപ്പൊ ലിയോ അതിൽ ലീക്ക് എന്ന സിനിമയും രണ്ടും അധികം പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ്. നമ്മള് ഈ ധനുഷ് ചേട്ടന്റെ കൂടെ, സോറി ധനുഷ് സാറിന്റെ കൂടെയുള്ള കുറച്ച് വീഡിയോസ് അറിയാതെ പറഞ്ഞ ധനുഷ് ഏട്ടൻ. അതാണ് സ്നേഹം കൊണ്ടാ. എന്തായാലും മീഡിയയുടെ എല്ലാം മീഡിയ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് തമ്മിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. ഈ പറയുന്ന ഈ രണ്ട് സിനിമയിൽ നമ്മൾ കുറച്ച് ക്ലിപ്സ് ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ അമ്മയും മകനായിട്ട് ഒരു ഡാൻസിന്റെ വിഷയിൽ കാണിക്കുന്ന സമയത്ത് ഭയങ്കര ക്യൂരിയോസിറ്റി നോക്കുന്ന മാത്യുവിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സിനിമ മുഴുവനുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അല്ല, അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ എങ്ങനെയാ ഒരു ഡയറക്ടറും കൂടെ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു ഇതെങ്ങനെയാ പ്രോസസ്സ് എന്താ, അല്ലെങ്കിൽ എന്തൊക്കെയാ സാർ ഒന്ന് അങ്ങനെ അഭിനയിച്ച് കാണിച്ചു തരുമ്പോൾ എങ്ങനെയാ അതിന് ഡീറ്റെയിൽ ചെയ്യണം, അല്ലെങ്കിൽ ആ പെർഫോമൻസിന്റെ ഡീറ്റെയിൽ, അത് നമ്മൾ ജസ്റ്റ് ഒരു നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തു. എങ്കിലും ഇപ്പം തമിഴ്നാട്ടിൽ ചെയ്ത രണ്ട് ടീമും ഗംഭീരാണ്. ഓക്കെ, മലയാളത്തിൽ, തമിഴിലല്ല മലയാളത്തിൽ ശിവാംഗിക്ക് ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹം ഉണ്ടോ? നായികയായിട്ട് തന്നെ പോയിട്ട് ഞാൻ ഉണ്ണി പൂക്കുന്ന ഭയങ്കര ഇഷ്ടമാണല്ലേ? ഞാന് 12 വർഷം മുമ്പ് മല്ലു സിംഗ് കണ്ട് ക്രഷായി. ഓ, അത് ഞങ്ങളുടെ എല്ലാവരുടെയും ക്രഷാ. എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഉണ്ണിച്ചേട്ടൻ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. ഒന്നറിയോ, ഞാന് ഇന്ന് വരുമ്പോ ഇന്ന് രാവിലെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോ ഞാനല്ലേ
ആസിഫ് അലിനെ കണ്ടാ നന്നായിരിക്കുന്നത് ഞാൻ ആലോചിച്ചു. താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. ആസിഫ് അലി ഷോർട്സ് ഇട്ട് ഞാൻ കണ്ടു താഴെ. ഞാനേ കണ്ടു. അതുപോലെ എല്ലാവർക്കും ഭയങ്കര ഡ്രീമായിട്ട് കാണുന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ കാണുന്ന ആഗ്രഹമുള്ള ആളുകൾ ഒത്തിരി ഉണ്ടാവും. നിങ്ങൾക്ക് അതുപോലെ കാണുന്ന ആഗ്രഹമുള്ള ഒരു സെലിബ്രിറ്റി മാറ്റി തുടങ്ങിക്കോളൂ. അല്ല, എനിക്ക് മമ്മൂക്കനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞു മരി പറയണം. അല്ല അല്ല ഭയങ്കര ഭാഗ്യം. അത് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി. വിജയനെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പൊ വിജയ് സാറിന്റെ കൂടെ അഭിനയിക്കാം. അത് ഭയങ്കര ഒരു കാണാൻ ആഗ്രഹമുള്ളവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒരാളുടെ പേര് പറ. അല്ല 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 എനിക്ക് ജനറലി ഇപ്പൊ ഫസ്റ്റ് പടം തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം സൗബിക്ക, ഷെയ്ൻ, ബാസി, ഫാദുക്ക എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഭയങ്കര അടിപൊളിയായിരുന്നു. ശിവൻ കുഞ്ഞിമുഖതൻ അല്ലാണ്ട് എനിക്കൊരു ഡൗട്ട്. ഇവിടെ മമ്മൂട്ടി എന്ന് പറയോ എന്താന്ന് പറയണ്ടേ? മമ്മൂക്ക പറയല്ലേ? മമ്മൂക്ക, മോഹൻലാല്, പൃഥ്വിരാജ് എല്ലാരും കാണാം. ഞാൻ മലയാളി ആക്ടേഴ്സിനെ കണ്ടിട്ടേ ഇല്ല. ഇത് എനിക്ക് വന്ന് നസ്ലിന് ഒരേ ഇവിടെ പറഞ്ഞാ മതി. നസ്ലിൻ എന്റെ പോക്കറ്റിലുള്ളൊരു ഇപ്പൊ കൂടെ 6 packs എല്ലാം വെച്ച് നല്ല ഇതായി പോയി. വെരി അപ്ഡേറ്റഡ്. അതെ ഫോണേ മോസ്റ്റ് സെർച്ച് നസ്ലിൻ. ഇല്ല നസ്ലിൻ എത്ര പാക്കുണ്ട് നസ്ലിന്? ഇപ്പോഴല്ലേ 6 pack വെച്ചത് ജിംഖാന. ജിംഖാൻ കണ്ടോ? അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇത് സിനിമ റിലീസ് ആവുമ്പോൾ കാണും. അത് വൈറലായിരുന്നു. അല്ല ഞാനത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, ഖാലിദ് റഹ്മാന്റെ സിനിമ അത് മെജോറിറ്റി ആൾക്കാരും ജിംഖാൻ തന്നെയാണ് കാണാൻ പോയത്. ഏതോ കോൺട്രവേഴ്സി ചെയ്തോ എന്താ എല്ലാരും ചോദിക്കുന്നത്? കോൺട്രവേഴ്സി അല്ല, ചുമ്മാ. അതായത് മാറ്റി എന്ത് പറഞ്ഞാലും വൈറലാവും. ഇവിടുത്തെ വലിയ ആളാ. എന്റെ സിനിമനെ പറ്റി മാസി പറഞ്ഞാൽ മാത്രം എന്ത് പറഞ്ഞാലും. അശ്വതിക്ക് അങ്ങനെ മമ്മൂക്ക ആയിരിക്കും. ഇവിടെ എനിക്ക് നവാസുദ്ദീൻ സിദ്ദീഖിന്റെ കൂടെ ഒന്ന് കോമ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളം എല്ലാവർക്കും പണ്ട് നമുക്ക് തമിഴ് പെട്ടെന്ന് മനസ്സിലാവും. എന്നോട് തമിഴ് വേഗം മനസ്സിലാവും. സിനിമകൾ കൂടുതൽ കാണും. ഇപ്പൊ എല്ലാവർക്കും മലയാളം നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മുടെ സിനിമകൾ കൂടുതലായിട്ട് ആളുകൾ മലയാളത്തിന് മാർക്കറ്റ് ഇതായി. കണ്ടാ എമ്പുരാൻ 300 കോടി. ഇപ്പഴാണ് ചോദിച്ചത് എത്ര കോടി തുടങ്ങുന്നതിന് വല്ല മനസ്സിലാക്കി വെച്ചിട്ട്. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു സുഖമില്ലേ? നമ്മുടെ മലയാള സിനിമയെ കുറിച്ചൊക്കെ പറയുന്ന തൊടുപുഴക്കാരി. അതെ, ചെന്നൈ ഇല്ല തൊടുപുഴക്കാരില്ലേ? ഇല്ല, പണ്ട് മലയാള പടമല്ലായിരിക്കും അല്ലേ, അത് തമിഴിൽ ഡബ് ചെയ്ത് ഇവിടെ കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ മലയാള പടം മലയാളത്തിൽ തന്നെയാ കാണുന്നത്. എന്തിനാണ് അവിടെ തിയേറ്ററിൽ സബ് ടൈറ്റിൽസോടെയാ വരുന്നത്. സോ ഞാൻ എല്ലാരും ഇപ്പോ പോയ വർഷം റിലീസായ മലയാള പടം എല്ലാം മലയാളത്തിലാ കണ്ടേ. ഇതേപോലെ കാണുന്ന ഒരു സിംഗറിനെ കാണുന്ന മീറ്റ് ചെയ്ത് ആഗ്രഹിച്ച് ഇന്റർവ്യൂ ചെയ്തൊരു കഥയുണ്ട്. കാരണം ഫാൻ മൂമെന്റ് ആയിരുന്നു. അയ്യോ ഞാൻ കരഞ്ഞു. എത്ര തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്? 2 തവണ. അത് ഭയങ്കര ഒരു കുഞ്ഞു കുട്ടിയൊക്കെ പോയിട്ട് നമ്മൾ കാണില്ലേ, അതുപോലെയാണ് പോയിട്ട് സംസാരിക്കുന്നതും. ശരിക്കും എല്ലാവർക്കും ഡൗട്ട്, ശരിക്കും ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടി പോലെയാണ് സംസാരിക്കുക അതോ വീഡിയോക്ക് മുമ്പിലാണോ ശരിക്കും ഇങ്ങനെ സംസാരിക്കുക? എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. സംസാരിക്കുന്നത് കുഞ്ഞുകുട്ടി പോലെ, പക്ഷെ ഞാൻ കുഞ്ഞുകുട്ടിയല്ല, വലിയ കുട്ടിയാ. എനിക്കത് ഇപ്പോഴും അച്ഛനെ ഞാൻ കുറച്ച് സംസാരിക്കുമ്പോൾ അച്ഛൻ ശരിക്കും ഇങ്ങനെ ഇത്രയും പഞ്ചാര കുട്ടിയായെന്ന് പറഞ്ഞാൽ അച്ഛൻ അത്രയും ലവബിൾ ആയിട്ടുള്ള ഒരാളാണ്. ആളെ കുറിച്ചൊക്കെ പറയുന്നതും ഇങ്ങനെ ബോഡികളായിട്ട് കൂടെ ഉണ്ടാവും. ആള് ഡൊമസ്റ്റിക് ആണെങ്കിൽ അമ്മ ഇന്റർനാഷണൽ ആയിട്ടാണ് കൂടെ പോവാന്ന് പറഞ്ഞത്. ശരിയാണോ? ഡൊമസ്റ്റിക് എന്താ അച്ഛൻ നല്ല വിഷമം കേട്ടോ ഇന്റർനാഷണൽ കൂട്ടാത്തോണ്ട്. അതുകൊണ്ട് ഞാൻ കുടിച്ചു. ഓ, അവിടെയും അതൊരു പശ്ചാത്തലമായി പോയി. എന്താ അല്ല, നമുക്കൊരു ആവശ്യം വരുമ്പോ അമ്മയുടെ അടുത്തല്ലേ അത് ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അമ്മ ശരിയായ സ്ഥാന അപ്പ ഇരിക്കുന്നുല്ലേ, അപ്പ വിട്. അമ്മ ഇരിക്കുന്നുല്ലേ, അമ്മ വന്ന് വെള്ളക്കാരനായിരുന്നാ കൂടെ ആളുടെ അടുത്ത് മലയാളം പോയി സംസാരിക്കും. ചേഞ്ച് വേണത്ര ചേഞ്ച്.
ആദ്യം പോയിട്ട് സംസാരിക്കും. കടന്ന് 25 വർഷമാ ചെന്നൈയിലുണ്ട്. ഇപ്പൊ കൂടെ നല്ല തമിഴ് സംസാരിക്കാൻ പറ്റില്ല. ആട്ടാണ് അടുത്ത് അതെ നമുക്ക് ഇവിടെ പോയാലേ അങ്ങനെ പറയും. എന്നിട്ട് ഇവിടത്തെ ആട്ടാട്ട തമിഴ് അത് മലയാളികൾ അങ്ങനെ. അതെ എന്നിട്ട് അവിടെ പോയിട്ട് ഈ ബ്രാഹ്മിൻ ഭാഷ അമ്മൻ അറിയുള്ളൂ. അവിടെ ഓസ്ട്രേലിയയിൽ ഒരു വെള്ളക്കാരനടുത്ത് എന്നത് ഏതോ കിയോ എന്ന് എക്സ്ക്യൂസ് മീ ഇങ്ങ കൊഞ്ചം വാങ്ങോ. പിന്നെ ഞാൻ ഓർക്കായിരുന്നു ആ ഒരു സ്റ്റൈൽ ഓഫ് ടോക്കിംഗ്. പക്ഷെ ഇത്ര നന്നായിട്ട് മലയാളം പറയുന്നുണ്ടെങ്കിൽ അമ്മയാണ് അല്ലെ? മലയാളം പണ്ട് വീട്ടിൽ ഞാൻ അമ്മയുടെ അടുത്ത് മാത്രം മലയാളം. അപ്പ എന്റെ ബ്രദർ എല്ലാം തമിഴാണ്. ഈ സിനിമകൾ ഇപ്പം മലയാളത്തിൽ ആദ്യം സിനിമ വരുന്നു, തമിഴിൽ ഓൾറെഡി സിനിമ വന്നിട്ടുണ്ട്. ശബ്ദം മാത്രം ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമയായിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി മലയാളികൾ അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ കാണുന്ന ആളുടെ സിനിമ ആദ്യം വരികയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റും പേടിയും സിനിമയുടെ കഥയൊന്നും അറിയില്ലെങ്കിൽ കൂടെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷം. ഞാൻ പണ്ട് എക്സൈറ്റ്മെന്റ് വെച്ചിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല. അതാണ് ചോദിച്ചത് സിനിമ അത് എക്സൈറ്റ്മെന്റ് വെക്കാത്തതിന്റെ ഒരു അതല്ലേ നല്ലത്. അതല്ലേ നല്ലത്. നൈറ്റ് നിങ്ങൾ ഇത് ഓർമ്മണ്ടേ? നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ? നമ്മുടെ ഞാൻ ശബ്ദം കൊടുത്തോളൂ ഇവരെല്ലാം അഭിനയിച്ച നിങ്ങളുടെ പുതിയ സിനിമ റിലീസ് ആവുമ്പോൾ തലേ ദിവസം ഉറങ്ങാത്ത രാത്രികളിൽ? അല്ല ഉറങ്ങും, പക്ഷെ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ നമ്മള്. എവിടെയോ അല്ല ഉറങ്ങും. ഞങ്ങൾക്ക് അങ്ങനെ ടെൻഷനൊന്നും ഇല്ല. ഉറക്കം മാറ്റി വെച്ചാൽ ടെൻഷനൊന്നും വേണ്ട. പിന്നെ അതിന്റെ ടെൻഷൻ അടിക്കേണ്ടി വരും. അതെ അവർക്ക് ഉറങ്ങാനും പറ്റില്ല. ഇവ ഡയറക്ടേഴ്സിന് പറയില്ല, ആദ്യ സിനിമയല്ല രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോഴാണ് ഈ ഡയറക്ടേഴ്സ് ഒന്ന് സക്സസ് ആവാൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടറായി വിജയിച്ചു എന്ന് നമ്മൾ പറയാന്ന് പറയും. നിങ്ങൾ ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഫീൽ വരിക? ഒരു ഏത് സ്റ്റേജിലും ഫീൽ വരില്ല. അത് ഒരെണ്ണം കഴിഞ്ഞ് പിന്നെ അടുത്തത് അതിലും വലിയ ടെൻഷൻ ആയിരിക്കും. ഒരെണ്ണം ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത അതിന് മുകളിൽ ഹിറ്റ് അടിക്കണ്ടേ, അല്ലെങ്കിൽ ആ ലെവലിലൊപ്പം പറയണ്ടേ. അപ്പൊ അത് താഴെ പോയി കഴിയുമ്പോൾ വീണ്ടും ടെസ്റ്റ് പോകും. അപ്പൊ അങ്ങനെ ഒരു സക്സസ് ആയി എന്നുള്ളൊരു സാധനം ആക്ടിങ്ങിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭയങ്കര കുറെ അറിയാനുണ്ട്, നമ്മൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡോ. അപ്പൊ അതും നെവർ എൻഡിങ് ആണ്. നെവർ എൻഡിങ് ആണ് ആക്ടിങ് പ്രത്യേകിച്ച്. ശിവാനിക്കോ സോങ്ങിൽ സിംഗിങ്ങിൽ അങ്ങനെ ഒരു സംഭവം? ആക്ച്വലി കറക്റ്റാ, ഞാൻ തെറ്റേ പറഞ്ഞു. ഒരു ഹിറ്റ് അടിച്ചാൽ അറിയാൻ പറ്റുന്നത്. സീലും അങ്ങനെ എല്ലാ ഫീൽഡും അങ്ങനെ നമുക്ക് ഒരു സ്ഥിരതയെ ഉണ്ടാവില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. എന്തെങ്കിലും ചെയ്തോണ്ടേ ഇരിക്കണം തോന്നുന്നു. അതെ. ഈ ഇത്രയധികം നന്നായിട്ട് ഈ പാട്ടുകാരൊക്കെ പൊതുവെ ശബ്ദം ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കില്ല, ചൂടുവെള്ളം കുടിക്കും, അധികം പതുക്കെ സംസാരിക്കും. പക്ഷെ ശിവാംഗി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു? കണ്ണു വെക്കരുതൊക്കെ കണ്ണു വെക്കല്ലേ? ഇല്ല എങ്ങനെ ശിവാംഗി ഇതൊക്കെ കൊണ്ടുനടക്കണേ? ആ വീട്ടിൽ പറയില്ലേ, രണ്ടുപേര് സിംഗേഴ്സ് ആയിട്ട് അച്ഛനമ്മയോട് പറയില്ലേ, മോളെ പതുക്കെ സംസാരിക്കും പറയും. അതെല്ലാം പറയും. വോയിസ് ട്രെയിൻ അതെല്ലാം കറക്റ്റ്. ഞാൻ ഇപ്പൊ ചെയ്യുന്നത് സ്ട്രെയിൻ തന്നെയാ. എന്നാലും ഞാൻ ചെയ്യും. അത്ര കപ്പാസിറ്റി ഉണ്ട് ആൾക്ക്. കണ്ണു വെക്കല്ലേ? എനിക്ക് അടുത്ത വീക്ക് ഒരു കോൺസെർട്ട് ഇതിലൊക്കെ വിശ്വാസമുണ്ട്. ഏത് കണ്ണു വെക്കുന്നതിനൊക്കെ അനുഭവം ഒരുപാടുണ്ട്. ഒന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആരെങ്കിലും എന്നെ കണ്ണുവെച്ചാ. ഞാന് തളർന്നു. ഓ പനി പിടിക്കുക, ക്ഷീണിക്കുക. പനിയില്ല, ഒരുമാതിരി നെഗറ്റീവാ ഫീൽ ആവും. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ. ദൃഷ്ടി കണ്ണും കരുതി ഈ ഫീൽഡ് കോമൺ. നമ്മളാണ് അതിനെ ഇത് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും വൈൻഡപ്പിന് സമയമായി. അപ്പൊ ഒരു പാട്ട് ഇത്രയും അടുത്ത് കിട്ടിയിട്ട് ശിവാംഗി ഒരു നല്ലൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അതൊരു നല്ലൊരു ഇതായിരിക്കും. ഓക്കെ, അത് ശരിയാട്ടോ. ബാക്കി നന്നായി പാടും, നന്നായിട്ട് പാടും. നേരത്തെ മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ്. ഒരു വഴി ഒരുങ്ങിയിട്ടുണ്ട്. ഒരു പാട്ട് എല്ലാം അറിയുന്ന പാട്ട് പാടാം. എനിക്ക് വല്ല ഒരു അപ്പന്റെ പാറ്റ ഇങ്ങനത്തെ പാട്ട് പാടാൻ പറയും. സിമ്പിൾ പാട്ടുകളൊക്കെ എനിക്കാണെങ്കിൽ പാടാൻ പറ്റും. ഓ വേറെ ലെവലാട്ടോ. റീല് ഡെയിലി ഇതാ. പൊതുവെ നിങ്ങളിത് ഫോളോ ചെയ്യാറുണ്ടോ? ശിവാംഗി അത് ഫോളോ ചെയ്യാറുണ്ട്. ഒരു ട്രെൻഡിങ് റീൽ വന്ന ശിവാംഗി അത് ചെയ്തിരിക്കും. അങ്ങനല്ല, ഞാൻ എപ്പോഴും ട്രെൻഡിങ്ങില്ല ചെയ്യില്ല. ഞാൻ വന്ന് എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ചെയ്യും. ഞാൻ ചെയ്യുന്നത് ട്രെൻഡിങ് ആവും. ഇഷ്ടമുള്ള എന്തെങ്കിലും പാട്ട് സൂര്യയുടെ പാട്ട് വിജയ് പാടാം. ഓക്കെ, ഞങ്ങൾ ബാക്കില് കോറസ്
ചരണത്തിൽ നിന്നാണോ പല്ലവിയിൽ നിന്നാണോ? പല്ലവി എന്ന് പറയുമ്പോ അത് പെണ്ണല്ല. ബിഗിനിങ് മിഡിലാന്നല്ലേ? ബിഗിനിങ് ചരണം മിഡില്. അപ്പൊ ചരണം ചരണം എല്ലാം പോവാ. ചേട്ടൻ പാട്. മെല്ലിനം മാർവിൽ കണ്ടേൻ, വല്ലിനം വിഴിയിൽ കണ്ടേൻ, ഇടയനും തെറ്റിയില്ലേ. തമിഴിലായോണ്ടാണ് ഞങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നത്. കുഴപ്പമില്ല ചേട്ടാ, ഒന്നും കൂടെ. കറുപ്പ് പാട്ടോടെ പ്രശ്നം. കറുപ്പ് വെള്ളை പൂക്കളുണ്ടാ ഉൻ കണ്ണിൽ ഞാൻ കണ്ടേ, ഉൻ കൺകൾ വണ്ടേ ഒന്നും പൂക്കളെന്തേ, ഉൻ കൺകൾ വണ്ടേ ഒന്നും പൂക്കളെന്തേ. சுற்றும் மேய்ச்சூடாரே, சுற்றும் மேய்ச்சூடாரே, என்னுலகம் உன்னை சுற்றுதே. சொட்டை பையில் உன் பாடம் தொட்டு தொட்டு உரச என் இதயம் பற்றிக் கொள்ளுதே. உன் விழியில் விழுந்தேன், உன் விழியில் பறந்தேன், கண் விழித்து சொப்பனம் கண்டேன், മുന്നാലെ കൺവീഴ്ത്തി സ്വപ്നം കണ്ടേ. ചേച്ചി ചെറുതായിട്ട് കപ്പിള് മാറിയിട്ടുണ്ട്. ഈ ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ ട്രെയിലറും ടീസറും പോസ്റ്റർ കണ്ട സമയത്ത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാറുള്ളത് നിങ്ങൾക്ക്? May 2 റിലീസാവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുട്ടികളും മുതിർന്നവർക്കും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അവധിക്കാലമാണ്, അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പോയി പടം കാണണം. തിയേറ്ററിൽ പോയി. ഇതെന്താ ചേട്ടാ അപ്പൊ ബ്ലാങ്ക് ആവുന്നേ? ഇല്ല അത് ഇങ്ങ വരും തെരില്ലേ. അടിച്ചു വെച്ച പോയിന്റ് പോയി. ஏன் பாயிண்ட் இல்ல இவர் முதல்ல சொல்றாங்க. 3D ஆமா. ஏன் பாயிண்ட். പടം 3Dയിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും പോയി അടിച്ചു പൊളിച്ച് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞങ്ങളുടെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതെ എന്റെ വോയിസ് ഇത്ര നാൾ എന്റെ മുഖത്തിലുണ്ടേ, പക്ഷേ ഈച്ചയിൽ വരുന്നു ഇപ്പൊ. അപ്പൊ നിങ്ങൾ കാണാം 3D ക്ലാസ് ഇട്ടിട്ട് പോപ്കോണെല്ലാം കഴിച്ചിട്ട് കൂടെ തിയേറ്ററിൽ വന്ന് ബേബിയിലെന്ന് പാട്ടി വരിക്കും എല്ലാരും 3D ക്ലാസ് ഉപയോഗിച്ചിട്ട് തിരിച്ച് തിയേറ്ററിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ കാണാം നമുക്ക്. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ് now.